നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2026 അതായത് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട PSCയുടെ നോട്ടിഫിക്കേഷൻ. സാധാരണ ഒരു 10th ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ പോലും അപേക്ഷിക്കാൻ കഴിയുന്ന, അതായത് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, നമുക്കിനി റിലീസ് ചെയ്യാൻ പോവാണ്, ആദ്യമായിട്ട് PSC ട്രൈ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും മികച്ചൊരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. മാത്രമല്ല അവസാനത്തെ ഏജ് ലിമിറ്റ് ഒക്കെ PSC ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ചാൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൈ നോക്കാമെന്ന് നോർത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഈ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകള് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും. ഒരു 1.5 വർഷം ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന പരീക്ഷ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുന്നേ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ പരീക്ഷകളാണ് നോട്ടിഫിക്കേഷൻ ആണ് PSC റിലീസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കാറ്റഗറി ബാർ 503/2023, അതായത് LDC വേരിയസ് LDC ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാനായിട്ട് പോവുകയാണ്. അവസാനമായിട്ട് ഈ ഒരു, അതായത് നമുക്ക് വിവിധ സർക്കാർ ഓഫീസുകളില് നമുക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്, പാവപ്പെട്ടവന്റെ IAS എന്നൊക്കെ വിളിക്കുന്ന LDC എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ആദ്യം വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC നിങ്ങൾ പാസ്സായിരിക്കണം. SSLC പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഏജ് ലിമിറ്റ് ഇപ്പോൾ നമുക്ക് പുതിയതനുസരിച്ച് ഇനി വരുന്നതിൽ 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക്, 43 വയസ്സ് വരെ OBC കാറ്റഗറിക്ക്, 45 വയസ്സ് വരെ SC/ST കാറ്റഗറിയിലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോ ഏകദേശം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലാതല അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലാതല അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഒരു ഇടുക്കിക്കാരിയാണ്, സോ എനിക്ക് ഇടുക്കി ജില്ലയിൽ വേണമെങ്കിൽ അവിടെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതനുസരിച്ച് നമുക്ക് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ആ പ്രദേശത്ത് തന്നെ നമുക്ക് ജോലിയിൽ കയറാനായിട്ടും പറ്റുന്നതാണ്. അപ്പൊ ഇൻ ഹാൻഡ് 2023 റിവൈസ് പ്രകാരം 26,500 ഒക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്. DA ഒക്കെ കട്ടിങ് വരും. അപ്പൊ എന്തായാലും ഈ വർഷം നമുക്ക് എന്താണ് സാലറി അത്യാവശ്യം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാനും പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഈ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് മുൻപ് 2 ഘട്ട പരീക്ഷയായിരുന്നു, ഇപ്പൊ ഒരൊറ്റ പരീക്ഷയുള്ളൂ. 2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 ജനുവരിയിൽ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയും കഴിഞ്ഞിട്ട് ഈ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ജൂലൈ മാസമായിരുന്നു കേട്ടോ. ജൂലൈ 2024 അതായത് 27-ാം തീയതി മുതൽ ഓരോ ജില്ലാതല അടിസ്ഥാനമാക്കിയതുകൊണ്ട് ഓരോ ജില്ല ബേസ് ചെയ്തിട്ടായിരുന്നു എക്സാം വരുന്നത്. അതിനുശേഷം ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വന്നത്, അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നത് ഓഗസ്റ്റ് 1, 2025 ഓക്കെ, ഓഗസ്റ്റ് 1, 2025 പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. ഇനി ആ റാങ്ക് ലിസ്റ്റ്, ഒരു പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് 3 വർഷം കാലാവധി ഉണ്ടാവും, അതിനുള്ളിലാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1, 2028 കൂടിയിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. അപ്പോൾ 2026 ഒരു ഡിസംബർ മാസത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് എന്ത് വരും, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് 2027 കൂടിയിട്ട് നമുക്ക് ഈ ഒരു ടൈം തന്നെ പ്രതീക്ഷിക്കാം ഏകദേശം കേട്ടോ. അപ്പൊ ആ ഒരു ടൈമോട് കൂടിയിട്ട് നമുക്ക് എന്താണ് എക്സാം ഒക്കെ നടന്ന് 2028 റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു പരീക്ഷയാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th ഇല്ല, നിങ്ങളൊരു 7ാം ക്ലാസ് യോഗ്യതയുള്ളെങ്കിൽ അടുത്തത് വരുന്നത് ഏതാണ്, നമുക്ക് LGS ലോവർ ഗ്രേഡ് സെർവന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ലോവർ ഗ്രേഡ് സെർവൻസിന്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് നമുക്ക് 15/12/2023 ഡിസംബർ 15-ാം തീയതി ആയിരുന്നു ഈ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17/1/2024 ജനുവരി 17-ാം തീയതി ആയിരുന്നു. ഇനി ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഓരോ ജില്ലാ തല അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷും മലയാളം ഇല്ല പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വിഷയം ഒഴിവാക്കി ബാക്കി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ബാക്കി വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടുവാണെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 7ാം ക്ലാസ് ലെവൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ലെവലായിരിക്കും പരീക്ഷ വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആകുമ്പോൾ കട്ട് ഓഫ് കൂടും, എളുപ്പമായിരിക്കും, എല്ലാവരും നല്ല രീതിയിൽ ആൻസർ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസം
അതായത് നവംബർ 2024 മുതലാണ് ഓരോ ജില്ല ബേസ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2, 23, 30 ഇങ്ങനെ ഓരോ തീയതികളിലായിട്ടായിരുന്നു LGS പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം ഇതിന്റെ മെയിൻസ് അതായത് പറയുവാണെങ്കിൽ മെയിൻ പരീക്ഷ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2025 എനിക്ക് തോന്നുന്നു മെയ് മാസമാണ് കേട്ടോ. മെയ് മാസത്തോട് കൂടിയിട്ടാണ് മെയ് 21 തീയതിയോട് കൂടിയിട്ടാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനിയും 2028 മെയ് ആവുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയും എന്താണ്, നമുക്ക് 7ാം ക്ലാസ് നിലവാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് OA ആണ്, അതായത് ഓഫീസ് അറ്റൻഡന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 10th ആണ് മെയിൻ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ളവർക്കും എഴുതാനായിട്ട് പറ്റുന്ന മികച്ചൊരു അവസരമാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന പരീക്ഷയാണ്. അതായത് ഓൾ കേരള ലെവലിലായിരിക്കും നമുക്ക് പരീക്ഷ വരുന്നത്, പോസ്റ്റിംഗ് വരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2023 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മന്തോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം കൂടെ കൂടിയിട്ട് ഈ സെയിം ടൈം ആകുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പരീക്ഷ 2024 വന്നു. നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 29 ഓഗസ്റ്റ് ആണ് കേട്ടോ. ഓഗസ്റ്റ് 2025 നമുക്ക് മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും അതേപോലെ തന്നെ 29 ഓഗസ്റ്റ് 2028 ആകുമ്പോഴത്തേക്കും ഈ പരീക്ഷയുടെ കാലാവധിയും തീരുകയാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. നല്ലൊരു പോസ്റ്റ് ആണ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി LGSന് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ LDCക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലാബിലൊക്കെ നിൽക്കില്ലേ, HST ഒക്കെ സ്കൂളുകളിലൊക്കെ ലാബിലൊക്കെ നിൽക്കില്ലേ, അങ്ങനെയുള്ളവരാണ് ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്, ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നേരത്തെ 2 ലെവൽ എക്സാം ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ട്. അത് 10th ലെവല് കോമൺ പ്രിലിമിനറി എന്ന് പറഞ്ഞ ഒരൊറ്റ പരീക്ഷ ഡിഫറെന്റ് എക്സാമിന് വേണ്ടി നടത്തും. അതിൽ ഇൻക്ലൂഡ് ചെയ്തവരെയാണ് സെക്കൻഡിലേക്ക് നടത്തുന്നത്. പക്ഷെ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതും ഓരോ ജില്ലാതല അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലേക്കായിരിക്കും എക്സാം നടത്തുന്നത്. ഇതിന്റെ എക്സാം പ്രിലിമിനറി എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം നമുക്ക് നോക്കിക്കേ 30/10/2023 വന്നു. 20 അതായത് നവംബർ മാസത്തിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അവസാന തീയതി, അപ്ലൈ ചെയ്യാനുള്ള തീയതി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഇതിന്റെ പ്രിലിമിനറി എക്സാം കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഡിസംബർ 2024 നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മെയിൻസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ജൂൺ മാസമാണ്, 2025 മെയിൻസ് എക്സാം നടന്നത്. എല്ലാം കഴിഞ്ഞ് ഓരോ ജില്ലയായതുകൊണ്ട് തന്നെ നവംബർ 4 മുതൽ നവംബർ 28 അങ്ങനെ ഓരോ ഡേറ്റിലായിട്ടാണ്. നവംബർ മാസം 2025 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഏകദേശം എന്താണ്, നമുക്കൊരു 2028 ആവുമ്പോഴത്തേക്കും ഇതിന്റെയും കാലാവധി, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ നമുക്ക് എങ്ങനെയാണ്, ഒരു നവംബർ മാസം 2026 നവംബർ ഡിസംബർ 2026 ആകുമ്പോഴത്തേക്കും ഈ പരീക്ഷയുടെ എല്ലാത്തിന്റെ നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജൂൺ മാസമാണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് PSCയുടെ പാറ്റേൺ മനസ്സിലാക്കി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 6 മാസമൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എക്സാമിന്. അപ്പൊ അതിനു മുൻപ് തന്നെ നമ്മൾ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ PSCയുടെ കറക്റ്റ് ആയിട്ടുള്ള സിലബസ് അടിസ്ഥാനമാക്കി മനസ്സിലാക്കി SCERT ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും എഫേർട്ട് ഇടുന്നതിലല്ല കാര്യം, നമ്മൾ എത്രമാത്രം സ്മാർട്ട് വർക്ക് ഇടുന്നു. നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടായിട്ട് PSC ട്രൈ ചെയ്യുന്നവർക്ക് കിട്ടില്ല എന്ന് ഒരിക്കലും ഇല്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നവർക്ക് കിട്ടില്ല എന്ന്. നമ്മളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ജോലി കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ AZB അക്കാഡമി, ഇതിനെല്ലാം ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സെയിം സിലബസ് ആണ്. നിങ്ങൾക്ക് 10th പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യം അവിടെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി തന്നെയാണ് LDCക്ക് പഠിക്കുന്നത്.
നിങ്ങൾ LDC ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ LGS സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാം. LGS ഡിഗ്രി ഉള്ളവർക്ക് അപ്പോൾ പറ്റില്ല. ഓക്കെ, അപ്പൊ LGS സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ലബോറട്ടറി അസിസ്റ്റൻസ് മെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സെക്രട്ടേറിയറ്റ് OA ആണെങ്കിലും ഒക്കെ സിമ്പിൾ ആയിട്ട്, അതായത് നിങ്ങൾ ഓരോന്നിനും ഡിഫറെന്റ് സബ്ജക്ട് നമ്മൾ കോളേജുകളിൽ പഠിക്കുന്ന പോലെ ഓരോന്നിനും ഡിഫറെന്റ് പേപ്പേഴ്സിന് ഡിഫറെന്റ് സിലബസ് അല്ല നമുക്ക് പഠിക്കേണ്ടത്. സിംഗിൾ സിലബസ് നല്ല രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 150 ദിവസത്തെ ലോങ് ടേം സ്റ്റഡി പ്ലാൻ, ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് Day 1, Day 2, Day 3 അങ്ങനെ കൃത്യമായിട്ട് ഓർഡറിലാക്കി അതിന് ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് എക്സാം നൽകി അതിന് മെഗാ എക്സാം, മന്ത്ലി എക്സാം, ലൈവ് ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, PSCയുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലൈവില് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ നൽകുന്നുണ്ട്. ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ്സസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന എഷ്വർ ചെയ്യുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളതിനേക്കാൾ നമ്മൾ വ്യത്യസ്തമാക്കി നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാനാണ് തരുന്നത്. ഒരു 150 ദിവസം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് സിലബസ് ഫുൾ കവർ ചെയ്യാനും ലാസ്റ്റ് ഒരു മാസം കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആവട്ടെ. ഈ ഒരു വീഡിയോ കണ്ട് ഡിസിഷൻസ് എടുക്കുന്നവര്, ഈ വരുന്ന പരീക്ഷയ്ക്ക് ഞാൻ കയറും എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.